ഫിഫ വേൾഡ് കപ്പ് 2022 ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ കളിക്കാരൻ? കിലിയൻ എംബാപ്പെ. ഏറ്റവും കൂടുതൽ ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾ കളിച്ച താരം? ലയണൽ മെസ്സി. സൗരോർജം ഉപയോഗിച്ച് പറന്ന ആദ്യ വിമാനം? സോളാർ ഇമ്പൾസ് 2. ഇന്ത്യയുടെ AI തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നത്? ബാംഗ്ലൂർ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? 1998 ഡിസംബർ 11. ട്രെയിൻ സുരക്ഷ വർദ്ധിപ്പിക്കാനും കൂട്ടിമുട്ടൽ ഒഴിവാക്കാനുമുള്ള സംവിധാനത്തിന്റെ പേര്? കവച് 4.0. 2024 യൂറോ കപ്പ് വേദിയായ രാജ്യം? ജർമ്മനി. ഓർമ്മകളുടെ ഭ്രമണപഥം എന്ന ആത്മകഥ ആരുടേതാണ്? എസ് നമ്പിനാരായണൻ. ബഹിരാകാശത്ത് ചലച്ചിത്ര നിർമ്മാണം പൂർത്തിയാക്കിയ ആദ്യ സിനിമ? ദി ചലഞ്ച്. യൂറോ കപ്പ് 2024 ഭാഗ്യചിഹ്നത്തിന്റെ പേര്? ആൽബർട്ട്. 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം? സ്ട്രോബില്ല കുന്തിയാനസ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര? ആരവല്ലി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത്? ചക്കിട്ടപ്പാറ. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? കൻവർ സിംഗ്. നക്ഷത്രാമകൾക്ക് പേര് കേട്ട കേരളത്തിലെ വന്യജീവി സങ്കേതം? ചിന്നാർ. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ്? പൈതമാരി വെങ്കട സുബ്ബറാവു. തുടർച്ചയായി 3 ഒളിമ്പിക്സുകളിലും സ്വർണം നേടിയ ആദ്യ ഷോട്ട്പുട്ട് താരം? റയാൻ ക്രൗസർ. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ സിനിമ? നാത്താൻ കേസുകൊട്. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ? കൊട്ടാരക്കര നഗരസഭ. 2024 IPL ക്രിക്കറ്റ് ജേതാക്കൾ? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന മാതൃഭാഷ ഏത്? മാൻഡറിൻ. ലോകത്തിലെ ഏറ്റവും ആഴത്തിലുള്ള ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം? ബ്രിട്ടൻ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തം പ്രമേയമായി നിർമ്മിച്ച മലയാള സിനിമ? ഇതുവരെ. ഇറാനിൽ തടവറയിൽ കഴിയുന്ന മനുഷ്യാവകാശ പ്രവർത്തക? നർഗീസ് മുഹമ്മദി. കേരളത്തിൽ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത്?
മറനാട്. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ ദീപാലങ്കൃത പാലം ഏത്? ഫറോക്ക് പാലം. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ശില്പി? റാം വി സുതാർ. ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് ഏകദിന പരമ്പര നേടിയ ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ? വിരാട് കോഹ്ലി. കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാം? മാട്ടുപ്പെട്ടി ഡാം. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ആദ്യമായി എഴുതപ്പെട്ട ഭാഷ ഏത്? തെലുങ്ക്. ആദിവാസികൾ മാത്രം അഭിനയിച്ച സിനിമയായ ദബാരിക്കുരുവി ഏത് ഭാഷയിലാണ് ചിത്രീകരിച്ചത്? ഇരുള ഭാഷ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത നിലവിൽ വന്ന ജില്ല? തൃശൂർ. ഫിഫ വേൾഡ് കപ്പ് 2022 ഫൈനൽ മത്സരവേദിയായ സ്റ്റേഡിയത്തിന്റെ പേര്? ലുസൈൽ സ്റ്റേഡിയം. ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യ സിനിമ? ദബാരിക്കുരുവി. സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത് എന്നാണ്? 1948 ഡിസംബർ 10. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏത്? മംഗളവനം. മറഡോണയുടെ പേരിൽ പുനർനാമകരണം ചെയ്ത ഇറ്റലിയിലെ സ്റ്റേഡിയം? സാൻ പോളോ സ്റ്റേഡിയം. ഇന്ത്യയിൽ നിർമ്മിച്ച എഞ്ചിൻ ഇല്ലാത്ത ആദ്യ ട്രെയിനിന്റെ ഇപ്പോഴത്തെ പേര്? വന്ദേ ഭാരത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട തീയതി? 1857 മെയ് 10. മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം? സെന്തുരണി. എല്ലാ വർഷവും ഹിന്ദി ദിനമായി ആചരിക്കുന്നത്? സെപ്റ്റംബർ 14. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച കുട്ടികളുടെ ചിത്രം? പല്ലോട്ടി 90s കിഡ്സ്. 22ാമത് ഫിഫ ലോകകപ്പ് വേദിയായ രാജ്യം? ഖത്തർ. ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ആരോഗ്യ അവകാശ ബിൽ പാസാക്കിയ സംസ്ഥാനം? രാജസ്ഥാൻ. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച ചിത്രം? നൻപകൽ നേരത്ത് മയക്കം. 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ഗായിക? ആൻ ആമി. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ? ജസ്റ്റിസ് എം പരീദ് പിള്ള. ഇന്ത്യയിലെ കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? തമിഴ്നാട്. ഗൂഗിൾ ഔദ്യോഗികമായി സ്ഥാപിതമായത് എന്നാണ്? 1998 സെപ്റ്റംബർ 4. കേരളത്തിലെ ആദ്യത്തെ കൂൺ ഗ്രാമം എന്നറിയപ്പെടുന്ന ഗ്രാമപഞ്ചായത്ത്?
നന്ദിയോട്. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി. ദാമോദർ. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള വന്യജീവി സങ്കേതം. ആറളം. ഹിന്ദി ഔദ്യോഗിക ഭാഷയെ അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ബീഹാർ. 2023 സെപ്റ്റംബറിൽ 61 കോടി രൂപയ്ക്ക് വിറ്റ ദ സ്റ്റോറി ഓഫ് ദ ടെല്ലർ. അമൃതസർ. ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്ന സംസ്ഥാനം. തെലങ്കാന. 1975 അടിയന്തരാവസ്ഥ പ്രമേയമാക്കി നിർമ്മിച്ച സിനിമ ഇത്. എമർജൻസി. യൂറോ കപ്പ് 2024 ഗോൾഡൻ ബൂട്ട് പങ്കെടുത്തവരുടെ എണ്ണം. പേർ. കേരളത്തിൽ ആദ്യത്തെ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമി. പിച്ചാവരം കണ്ടൽവനം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്.